സെറ്റിങ്ങിലൊക്കെ ബിഫോർ മാരേജ് നമ്മൾ ലിവിങ് ടുഗെദർ അല്ലെങ്കിൽ എത്രത്തോളം കമ്പാറ്റബിൾ ആണ് എന്നൊക്കെ നോക്കണം എന്നാണ് എല്ലാവരും പറഞ്ഞു വരുന്നത്. അപ്പോൾ സെക്ഷലി കമ്പാറ്റബിൾ അല്ല, അതായത് സെക്ഷലി കമ്പാറ്റബിൾ ആണോ എന്നും കൂടെ നോക്കണമല്ലോ. അപ്പോൾ അതിൽ സെക്ഷലി കമ്പാറ്റബിൾ അല്ല അങ്ങനെ മനസ്സിലാക്കാൻ എന്തെങ്കിലും ഒരു പെക്യുലർ സൈൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇങ്ങനെയാണെങ്കിൽ, അതോ ജസ്റ്റ് ഇറ്റ്സ് ലൈക്ക് നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ എന്നുള്ള പോലെ? സോ സെക്ഷൽ കോമ്പാറ്റബിലിറ്റി എന്ന് പറയുമ്പോഴേ നമ്മൾ നമ്മുടെ നാട്ടിലിപ്പോൾ ലിവിങ് റിലേഷൻഷിപ്സിലൊക്കെ ആണെങ്കിൽ ഗുഡ് കാര്യം, അവർ ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ടാവാം. ഓക്കെ, അല്ലെങ്കിൽ അപ്പോൾ എന്തെങ്കിലും അവർക്ക് അറിയാൻ പറ്റും. അല്ലാണ്ടുള്ള അറേഞ്ച് മാരേജ് സെറ്റപ്പിലാണ് ഇത് ഏറ്റവും വലിയൊരു പ്രോബ്ലം ആയിട്ട് വരുന്നത്, ഈ ഒരു സെക്ഷൽ കോമ്പാറ്റബിലിറ്റി നടക്കുന്നില്ല എന്നുള്ളത്. എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ സെക്സിനെ കുറിച്ച് സംസാരിക്കില്ല. കാര്യം അത് ചോദിച്ചു കഴിഞ്ഞാൽ പെണ്ണ് എന്നെ ഇതായിട്ട് കാണും, ബൾഗറായിട്ട് കാണും. പെണ്ണ് ഇതിനെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ പെണ്ണിനെ മോശക്കാരിയായിട്ട് കാണും. ഇയാൾ ഇതേ ടോക്കാണ് പറയണേ ഇപ്പോഴേ എന്നൊക്കെ പറയും. അപ്പം നമ്മളിത് നേരത്തെ തന്നെ എന്താ പറയുക, ഒരു ഓപ്പൺനെസ് ടു ഡിസ്കഷൻ ഉണ്ടല്ലോ. എന്നുവെച്ചാൽ ചില ആളുകൾ നമ്മൾ ആസ് സമ്മൺ ഹു ഈസ് വർക്കിംഗ് ഇൻ ദിസ് ഫീൽഡ് ആൻഡ് ആസ് സമ്മൺ ഹു ഹാസ് ടോക്ക് ടു സോ മെനി പീപ്പിൾ, നമുക്ക് മനസ്സിലായിട്ടുള്ളത് നമ്മൾ കാണുന്നൊന്നുമല്ല. ഓക്കെ, മനുഷ്യൻ്റെ ബ്രെയിനാണ് അത്, ഭയങ്കര ഡിഫറെൻ്റ്ലി വയേർഡാണ്. നമ്മൾ പുറമേ കാണുന്ന പോലെ അല്ല ആൾക്കാർ. അപ്പോൾ അവരുടെ ഫാൻറ്റസീസ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും, അവരുടെ ഇൻട്രസ്റ്റുകൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. ഇതൊക്കെ നമ്മൾ അറിയാതെ. ഓക്കെ, റീസെൻ്റ്ലി ഒരാളിൻ്റെ അടുത്ത് ആൾ കല്യാണം കഴിക്കാൻ പോവാം. ആൾ പറഞ്ഞു, ഡോക്ടർ എനിക്ക് പിള്ളേരൊന്നും വേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി. അപ്പോൾ എനിക്ക് അങ്ങനെ അത് കാരണം ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ കണ്ടുപിടിക്കാൻ. ഞാൻ പറഞ്ഞു ഓക്കെ. ഇപ്പോൾ ഒരു പെണ്ണുമായിട്ട് സംസാരിച്ചു, അപ്പോൾ ആ പെണ്ണും പിള്ളേർ വേണ്ട. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്നാൽ പിന്നെ ഞാൻ ആളെ കല്യാണം കഴിക്കും. പക്ഷെ എനിക്ക് ഒരു സെക്ഷൽ അട്രാക്ഷന് ഫീൽ ചെയ്യണില്ല. ഇനി കുറേ നാൾ കഴിയുമ്പോൾ ഞങ്ങൾ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ഇതൊക്കെ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ചെയ്യുമോ? നോബഡി ക്യാൻ സേ ഇറ്റ്. നമുക്ക് ഉറപ്പില്ല. പക്ഷെ എന്ന് വെച്ചാൽ ഇത് ഒരു റിലേഷൻഷിപ്പിൽ കൂടെ അല്ല, ഒരു അറേഞ്ച് മാരേജ് സെറ്റപ്പില്ല. അപ്പം നമ്മളിങ്ങനെ ചിന്തിച്ചിട്ട് നമ്മൾ കരവേണം. അപ്പോൾ ഇത് നമ്മൾ ചോയ്സ് ഉണ്ടല്ലോ. അപ്പോൾ റീസെൻ്റ്ലി എൻ്റെ അടുത്ത് ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞു, കുട്ടിയെന്ന് പറഞ്ഞാൽ ഷീസ് ലൈക്ക് അറൗണ്ട് 24-25. ഓക്കെ, അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടർ എനിക്ക് ചെയ്യാൻ നേരത്ത് ഒട്ടും ഇത് വരുന്നില്ല, എനിക്ക് ഓർഗാസം ഫീൽ ചെയ്യുന്നില്ല ആൻഡ് അവിടെ ഡ്രൈ ആയി പോവാ. ഞാൻ പറയാം എന്താ? അപ്പോൾ അറൗസൽ അങ്ങനെ ഇല്ല. എന്താ പറയുക, എനിക്ക് ആക്ച്വലി റീസൺ അറിയാം. എനിക്ക് ആപ്സ് ഉള്ള ആൾക്കാർ ഇഷ്ടമുള്ളൂ. എനിക്ക് ആപ്സ് ഉണ്ടെങ്കിൽ എനിക്ക് ഒരു അറൗസലും അട്രാക്ഷനും ഫീൽ ചെയ്യത്തുള്ളൂ എന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, അവനെന്താ? അപ്പോൾ ഞാൻ ചോദിച്ചു എന്തെങ്കിലും പെർട്ടിക്കുലർ റീസൺ ഉണ്ടോ? അപ്പോൾ പറഞ്ഞു ഞാൻ വർക്കൗട്ട് ചെയ്യും, എൻ്റെ ഫാമിലിയിലെ എല്ലാ ആണുങ്ങളും വർക്കൗട്ട് ചെയ്യും. ഞാൻ പറഞ്ഞു ദെൻ വൈ ഇസ് ഇറ്റ് എ പ്രോബ്ലം? യു ജസ്റ്റ് ഫൈൻഡ് എ ഗൈ ലൈക്ക്. അല്ല ഡോക്ടർ, ഇപ്പം ഞാൻ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ എവിടെ നിന്ന് കണ്ടുപിടിക്കാനാണ്? അതായാലും എനിക്ക് ആവുള്ളൂ എന്ന് പറയുന്നത് തെറ്റല്ലേ? അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ തെറ്റൊന്നുമില്ല. അപ്പം നമ്മളെന്ന് വെച്ചാൽ ഒരു ഡാഡ് ബോർഡ് ആണെങ്കിൽ അതിനോട് അട്രാക്ഷൻ ഉള്ള ആൾക്കാരുണ്ട്, അങ്ങനെ അല്ലാത്ത ബോഡിയോട് അട്രാക്ഷൻ ഉള്ളവരുണ്ട്. ദാറ്റ് ഈസ് ഓക്കെ. ലൈക്ക് നമുക്ക് എന്താണോ വേണ്ടത് അത് കണ്ടുപിടിക്കുക, അതിന് പോവുക. അല്ലാതെ നമ്മളെ തന്നെ പഴിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇപ്പം ഒരു ആണിന് എന്താ പറയുക, വലിയ ബാക്കും ഫ്രണ്ടും ഒക്കെയുള്ള, പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആകും. ഇച്ചിരി curvy ആയിട്ടുള്ള ആൾക്കാർ. സോ ചില ആണുങ്ങൾക്ക് ഇച്ചിരി കേർവി ആയിട്ടുള്ള ആൾക്കാരെ ആയിരിക്കും ഇഷ്ടമുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഒട്ടും കേർവി അല്ലാത്ത സ്കിന്നി ആയിട്ടുള്ള ഒരാളെ കല്യാണം കഴിച്ചിട്ട് ഈ സംഭവം മനസ്സിലിട്ട് ഇങ്ങനെ പ്രശ്നമായിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇവരിത് അന്വേഷിച്ചു പോകും. അപ്പോൾ അവർക്കത് ബുദ്ധിമുട്ടാവും. ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി കഴിയുമ്പോൾ ഫിസിയോളജിക്കൽ changes, ചേഞ്ചസ് അല്ലേ സ്ത്രീകൾക്ക് വരും. ആ സമയത്ത് കുറേ ചീറ്റ് ചെയ്യണവരുണ്ട്. ബോഡി മാറി എന്നിട്ട് ചില ആൾക്കാർ വളരെ കുറ്റബോധത്തോടുകൂടി വന്നിട്ട് ചീറ്റൊന്നും ചെയ്യില്ല. പക്ഷെ പറയും ഡോക്ടർ എനിക്ക് അട്രാക്ഷൻ വരണില്ല, എന്ത് ചെയ്യും, എനിക്ക് ഈ ഫാറ്റായിട്ടുള്ള ബോഡിയോട് പറ്റണില്ല എന്ന് പറയും. പക്ഷെ എനിക്ക് എൻ്റെ ഭാര്യ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ചീറ്റ് ചെയ്യണ്ട, എന്ത് ചെയ്യും? പിന്നെ നമ്മളിങ്ങനെ തെറപ്പിയൊക്കെ കൊടുത്ത് ഓക്കെ യു ലുക്ക് ഇൻ ടു അതർ ഫീച്ചേഴ്സ് ലൈക്ക് റീകണക്ട് എന്നൊക്കെ പറഞ്ഞ് ട്രൈ ചെയ്യാൻ നോക്കും. ഇറ്റ്സ് സാഡ് ബട്ട് ദിസ് ഇസ് എ റിയാലിറ്റി, ലൈക്ക് നമുക്കങ്ങനെ ചില ഇൻട്രസ്റ്റുകൾ ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നോക്കുക എന്നുള്ളതാണ് കോമ്പാറ്റബിലിറ്റിക്ക്. മനസ്സിലായി. അതായത് ഫിസിക്കൽ അട്രാക്ഷൻ എന്നുള്ളത് നമ്മുടെ ലൈഫിലേക്ക് വരുന്ന ഒരാളെ ഫിസിക്കലി കൂടി അട്രാക്റ്റഡ് ആയിരിക്കണം എന്നുള്ളതാണ്. അതാണ് ഫസ്റ്റ് അല്ലേ, ഫസ്റ്റ് നമ്മൾ കമ്പാറ്റബിൾ ഒരു സെക്ഷൽ അട്രാക്ഷൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നുള്ളതുണ്ട്. ചില ആൾക്കാർക്ക് അങ്ങനെ പ്രിഫറൻസ് ഒട്ടും ഇല്ലാത്ത ആൾക്കാർ എന്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് ഇതെല്ലാം നമ്മളെല്ലാം ഒരു സ്പെക്ട്രത്തിൽ കിടക്കുക. ഓരോ ആൾക്കാർ വളർന്നു വന്ന സാഹചര്യങ്ങൾ, കണ്ടു വളർന്ന കാര്യങ്ങൾ, ഇതെല്ലാം ഇതിൽ ഇൻഫ്ലുവൻസ്ഡ് ആവും. അപ്പോൾ നമുക്ക് ആ ഒരു തിങ് ഉണ്ടോ നോക്കുക. പിന്നെ ചില ആൾക്കാർക്ക് ഭയങ്കര ഫാൻറ്റസീസ് ഉണ്ടാവും,
openly discuss. Okay, see, I am someone like who don't judge on these things. So ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻട്രസ്റ്റഡ് ആകുമ്പോൾ ആൾക്കാർ പറയും ഡോക്ടർ ഭയങ്കര വിയർഡാണ് എൻ്റെ കാര്യങ്ങൾ, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും. ഞാൻ പറയും, അത് കുഴപ്പമില്ല, ഓക്കെ, ഇറ്റ്സ് പോസിബിൾ, ലൈക്ക് പറയ്. അപ്പോൾ അതങ്ങനെ കേൾക്കുമ്പോൾ അത് ഓപ്പണായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ത്രീസം നമ്മൾ പറയത്തില്ലേ, ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഹേർഡ് തിങ്സ് ലൈക്ക് ആണുങ്ങൾ ഇപ്പോൾ എൻ്റെ അടുത്തൊരു സ്ത്രീ വന്നിട്ട് STD ടെസ്റ്റ് ചെയ്യാൻ വന്നു. അപ്പം ഞാൻ പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു എന്താ കാര്യം, ഡു യു ഹാവ് എനി അതർ പാർട്ട്നേഴ്സ് എന്ന് ചോദിച്ചു. പറഞ്ഞു സോ മൈ ഹസ്ബൻഡിന് ഇങ്ങനെ ഒരു ഫാൻറ്റസി ഉണ്ടായിരുന്നു, സോ അതായത് വേറെ ഒരാളുമായിട്ട് ഞാൻ ചെയ്യുന്നത് കാണണം. അപ്പോൾ ഐ എഗ്രി ടു ഇറ്റ് ആൻഡ് ഐ ഡിഡ് ഇറ്റ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു പേടി, അത് കാരണം ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു. ശരി. സോ ഇത് രണ്ടുപേരും കൺസെൻഷ്വൽ ആയിട്ട് ചെയ്യാത്ത കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലത്. നമ്മുടെ നാട്ടിൽ അത് എത്രത്തോളം പോസിബിൾ ആണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഐ തിങ്ക് ന്യൂവർ ജനറേഷൻ ഇസ് ട്രൈ കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യായിരിക്കും.